കഥകളുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈന്ദവ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അഷ്ടദിഗ്ഗജങ്ങളിൽ ഒന്നാണ് ഐരാവതം. ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം എന്ന് മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഇതര പുരാണങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നു. ഐരാവതത്തിന്റെ നിറം വെളുത്തതും അതിന് ഒന്നിലധികം തുമ്പിക്കൈകളും ഉണ്ടെന്നുമാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ദേവന്മാർക്ക് വന്നു ചേർന്ന ദുർവാസാവിന്റെ ജരാനര എന്ന ശാപത്തിന്റെ കാരണം ഐരാവതം ആയിരുന്നു. അതിനെ തുടർന്നാണ് പാലാഴിമതനം നടത്തിയതും അമൃതം കൈവരിച്ചതും എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. അഷ്ടദിഗ്ഗജങ്ങളിൽ ഒന്നാണ് ഐരാവതം. ഐരാവതം, പുണ്ടരീകം, കേവുമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് 8 ദിക്കിനെ പ്രതിനിധീകരിക്കുന്ന ദിഗ്ഗജങ്ങൾ. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്വർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഏഴരപ്പൊന്നാന എന്നറിയപ്പെടുന്ന 8 ആനകൾ അഷ്ടദിഗ്ഗജങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 7 വലിയ ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും സ്വർണത്തിൽ നിർമ്മിച്ച പൂർണ്ണ രൂപത്തിലുള്ള പ്രതിമകളാണ് ഏഴരപ്പൊന്നാന എന്നറിയപ്പെടുന്നത്. പ്ലാവിൻതടിയിൽ നിർമ്മിച്ച ഈ ആനകളെ സ്വർണ്ണപ്പാളികളാൽ പൊതിഞ്ഞിരിക്കുന്നു. വലിയ ആനകൾക്ക് 2 അടിയും ചെറിയ ആനയ്ക്ക് 1 അടിയുമാണ് ഉയരം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 8ാം ഉത്സവനാളായ കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിനാണ് പ്രസിദ്ധമായ ഏഴരപ്പൊന്നാന എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അന്നേ ദിവസം ഏറ്റുമാനൂർ തേവർ ക്ഷേത്രമതിൽക്കകത്തെ പടിഞ്ഞാറേ മൂലയിലെ ആസ്ഥാന മണ്ഡപത്തിൽ ഏഴരപ്പൊന്നാന ദർശനം നൽകി എഴുന്നള്ളിയിരിക്കുന്നു. ഏഴരപ്പൊന്നാനകൾ അഷ്ടദിഗ്ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ് ഐതിഹ്യം. ഐരാവതം, പുണ്ടരീകം, കേവുമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് ദിഗ്ഗജങ്ങൾ. വാമനൻ ചെറുതാകിയാൽ അരപ്പൊന്നാനയാകുകയാണ് ഉണ്ടായതത്രേ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ സൈന്യങ്ങൾ ഏറ്റുമാനൂരിലെ മാധവിപ്പിള്ള നിലത്തിൽ പ്രവേശിക്കുകയും അവിടുത്തെ പുരയിടങ്ങളിലെ ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളും മാധവിപ്പിള്ള മഠവും നശിപ്പിച്ചു കളയുകയും ചെയ്തു അത്രേ. തന്നിമിത്തം തിരുവിതാംകൂർ മഹാരാജാവിന് ഏറ്റുമാനൂർ മഹാദേവന്റെ അനിഷ്ടവും സംഭവിക്കുകയാൽ തുടർ പരിഹാരാർത്ഥം മഹാരാജാവ് പ്രായച്ചിത്തമായി നടക്കിവെച്ചതാണത്രേ ഈ ഏഴരപ്പൊന്നാനകൾ. അതിന്റെ പ്രായച്ചിത്ത ചാർത്ത് കൊല്ലം 964 ആണ്ട് ഇടവമാസം 12-ാം തീയതി എഴുതിവെച്ചതായി ദേവസ്വത്തിൽ ഇപ്പോഴും കാണുന്നുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ക്ഷേത്രത്തിന് ആനകളെ കാഴ്ചവെച്ചത്. അഷ്ടദിക് പാലകരായിട്ടാണ് ഈ 8 ഗജങ്ങളെ സങ്കല്പിച്ചിരിക്കുന്നത്. അതിൽ വാമനൻ ചെറുതായതിനാൽ അരപ്പൊന്നാനയായി. ഈ അരപ്പൊന്നിന്റെ പുറത്താണ് ഭഗവാൻ ആസ്ഥാന മണ്ഡപത്തിൽ ഇരിക്കുന്നത്. ഏഴരപ്പൊന്നാന വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഭക്തരുടെ ദർശനത്തിനായി പുറത്തെടുക്കുക. ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ അർദ്ധരാത്രി 12 മണിക്കാണ് ഏഴരപ്പൊന്നാന ദർശനം നടത്തുന്നത്. പൊന്നാനകളെ ദർശിച്ച് കാണിക്കയർപ്പിച്ച് ഏറ്റുമാനൂരപ്പനെ പ്രണമിക്കാൻ ആയിരങ്ങൾ അന്ന് ക്ഷേത്രത്തിലെത്തും. ഏഴരപ്പൊന്നാന ദർശനത്തിലൂടെ സർവൈശ്വര്യം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. കുംഭമാസത്തിലെ രോഹിണി നാളിൽ അർദ്ധരാത്രി ഭഗവാൻ ശരഭമൂർത്തിയായി എത്തി ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാപാപം തീർത്തുവെന്നാണ് വിശ്വാസം. സകല ദേവന്മാരും സന്നിഹിതരാവുന്ന ആ സന്ദർഭത്തിൽ അഷ്ടദിഗ്ഗജങ്ങളാൽ സന്നിഹിതനാവുന്ന ശ്രീ പരമശിവനെ വണങ്ങി കാണിക്കർപ്പിക്കാൻ ഭക്തജന ലക്ഷങ്ങളാണ് എത്താറുള്ളത്. ഏഴരപ്പൊന്നാന ദർശനത്തിന് മുന്നോടിയായി തങ്കത്തിൽ തീർത്ത കുട തലേ ദിവസം വൈകിട്ട് നടക്കുന്ന സേവയിൽ എഴുന്നള്ളിക്കുക പതിവുണ്ട്. 8ഉം 10ഉം ഉത്സവ ദിനങ്ങളിൽ ഏഴരപ്പൊന്നാനയെ ദർശനത്തിനായി പുറത്തെടുക്കാറുണ്ട്. അരപ്പൊന്നാനയെ വിഷുദിവസം ദർശനത്തിന് വെക്കും. ഏഴരപ്പൊന്നാനയെ കൂടാതെ രത്നാലക്കുകളുള്ള പൊന്നിൻകുട, നെന്മാണിക്യം, രത്നം പതിച്ച വലംപിരി ശംഖ്, കരിങ്കൽ നാഗസ്വരം, സ്വർണ്ണവിളക്ക്, സ്വർണ്ണക്കുടങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സവിശേഷ ശേഖരം ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. ഭാരതമൊട്ടുക്കും ഏഴരപ്പൊന്നാന ദർശനം പ്രസിദ്ധവും ഭക്തജനപ്രിയവുമാണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി തീർത്ഥാടന സഹസ്രങ്ങൾ ദർശന സായുജ്യവും അഭിലാഷപൂർത്തിയും തേടി ഏഴരപ്പൊന്നാന ദർശന ദിവസം ക്ഷേത്രാങ്കണത്തിലെത്തുന്നു. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ MC റോഡിന്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന. സർവ്വദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണുന്നുണ്ട്. ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പോരുന്നു. 4 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ദുർഗ, ശാസ്താവ്, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ ക്ഷേത്രവും മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട്. കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള 10 ദിവസത്തെ ഉത്സവമാണ്
ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. ഇതിനിടയിൽ വരുന്ന 8-ാം വിളക്കും അന്ന് നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും ഏറ്റവും ഗംഭീരമാണ്. കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഗരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലിവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്തുവാനായി തപസ്സാരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഗരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തന്റെ വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഗരൻ വിശ്രമം ആരംഭിച്ചു. ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കുവാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരിക്കുന്ന വ്യാക്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഗരൻ മുക്തിയടഞ്ഞു. തുടർന്ന് തന്റെ ഇടതുകൈയിലെ ശിവലിംഗം ഗരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും, വായുകൊണ്ട് കടിച്ചുപിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഈ 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ എട്ടുമനക്കാരായിരുന്നു. ഇതുവഴി എട്ടുമനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നുവെന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു. എട്ടുമനക്കാർക്കിടയിലെ ആഭ്യന്തര കലഹവും മറ്റുമായപ്പോൾ ക്ഷേത്രം തകർന്നുപോയി. പിന്നീട് കൊല്ലവർഷം 929 ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുത്തു. തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺട്രോ പ്രഭുവിന്റെ ആശയമായിരുന്നു ഇത്. ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ക്ഷേത്രത്തിന്റെ അതിപ്രസിദ്ധമായ 2 പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും 7.5 പൊന്നാനയും. ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലാണ്. ക്ഷേത്രത്തിലെ ബരിക്കൽപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് 5 തിരികളോടുകൂടിയ ഒരു കെടാവിളക്കാണ്. 4 പ്രധാന ദിക്കുകളിലേക്കും വടക്ക് കിഴക്ക് ഭാഗത്തേക്കുമാണ് 5 തിരികളും ഇട്ടിരിക്കുന്നത്. 1540-ലാണ് ഈ ദീപം സ്ഥാപിച്ചത്. പിന്നീട് ഇതുവരെ കെട്ടിട്ടില്ല. സ്ഥലത്തെ ഒരു മൂശാരിയാണ് ഈ വിളക്ക് തീർത്തത്. തുടർന്ന് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു. ചിലർ മൂശാരിയോട് അത്രയും വലിപ്പമുള്ള വിളക്ക് തങ്ങൾ മുമ്പെവിടെയും കണ്ടിട്ടില്ലെന്ന് പറയുകയും അതെവിടെ സ്ഥാപിക്കണമെന്ന് ചോദിക്കുകയും ചെയ്തെങ്കിലും മൂശാരിക്ക് ഉത്തരം കിട്ടിയില്ല. ആ സമയത്ത് പെട്ടെന്ന് ക്ഷേത്രത്തിനകത്തു നിന്നൊരാൾ തുള്ളി വന്ന് മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ദീപം ബലിക്കൽപുരയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. ആ സമയത്ത് ഒരു വൻ ഇടിമിന്നൽ ഉണ്ടാവുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു. മൂശാരിയെയും വിഗ്രഹം തറച്ച വിദ്വാനെയും പിന്നീട് ആരും കണ്ടിട്ടില്ല. ആ വിദ്വാൻ സാക്ഷാൽ ഏറ്റുമാനൂരപ്പൻ തന്നെയാണെന്ന് വിശ്വസിച്ചു പോരുന്നു. മൂശാരി അങ്ങനെ ഭഗവാനിൽ ലയിച്ചു ചേർന്നു അത്രേ. ക്ഷേത്രത്തിലെ വലിയൊരു ആകർഷണമാണ് 7.5 പൊന്നാന. പേര് സൂചിപ്പിക്കുന്നത് പോലെ 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ശില്പരൂപമാണിത്. തേക്കിൻതടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണിവ. ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണ പഴക്കുലയും ഉണ്ടായിരുന്നു. കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് 8-ാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം 7.5 പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും. ആറാട്ട് ദിവസം തീവെട്ടികളുടെ വെളിച്ചത്തിൽ 4 പേർ ചേർന്ന് ഇവയെ ശിരസിലേറ്റുന്ന പതിവുണ്ട്. 1972 ഇറങ്ങിയ അക്കരപ്പച്ച എന്ന ചിത്രത്തിൽ 7.5 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്ന ഒരു പ്രശസ്തമായ ശിവഭക്തി ഗാനമുണ്ട്. വലിയ ആനകൾക്ക് 2 അടിയും ചെറിയ ആനയ്ക്ക് 1 അടിയുമാണ് ഉയരം. ഇത് തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു. എന്നാൽ അത് നേരെ മുമ്പ് അദ്ദേഹം നാട് നീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിന്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് നടക്കിവെച്ചത്. വാസ്തവത്തിൽ 7.5 പൊന്നാന വൈക്കത്ത് നേരാൻ വെച്ചിരുന്ന വഴിപാടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഏറ്റുമാനൂരെത്തിയപ്പോൾ അല്പനേരം വിശ്രമിക്കുവാനും മറ്റുമായി രാജാവും ഭടന്മാരും കൂടി ഏറ്റുമാനൂർ അമ്പലത്തിലെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി. 7.5 പൊന്നാനകളെ ഇറക്കിവെച്ച് അവർ വിശ്രമിച്ചു. എന്നാൽ പോകാൻ നേരത്ത് ആനകളുടെ ദേഹത്തു നിന്ന് ഉഗ്രസർപ്പങ്ങൾ ഫണം വിടർത്തി നിൽക്കുന്നു. ഭയക്രാന്തരായ രാജാവും ഭടന്മാരും അടുത്തുള്ള ഒരു ജ്യോത്സ്യരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കി. അപ്പോൾ അവ ഏറ്റുമാനൂരിൽ തന്നെ സമർപ്പിക്കണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹമെന്ന് തെളിഞ്ഞു. തുടർന്ന് 1769 മെയ് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തത്തിൽ 7.5 പൊന്നാനകളെ ഭഗവാന് നടക്കിവെച്ചു. പിന്നീട് മറ്റൊരു 7.5 പൊന്നാനയുണ്ടാക്കി അത് വൈക്കത്ത് സമർപ്പിക്കാമെന്ന് ധർമ്മരാജ വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് വൈക്കത്തപ്പന്റെ സ്വപ്നദർശനമുണ്ടായി. തനിക്ക് മറ്റൊരു 7.5 പൊന്നാന വേണ്ടെന്നും പകരം ആ കാശിന് സഹസ്രകലശം നടത്തിയാൽ മതിയെന്നുമായിരുന്നു വൈക്കത്തപ്പന്റെ അരുളപ്പാട്. പിറ്റേന്ന് തന്നെ ധർമ്മരാജ വൈക്കത്തേക്ക് പുറപ്പെട്ട് വൈക്കത്തെത്തിയ അദ്ദേഹം 7.5 പൊന്നാന നേരാൻ വെച്ച തുക കൊണ്ട് വൈക്കത്തപ്പന് സഹസ്രകലശം നടത്തുകയും ക്ഷേത്രത്തിലെ പ്രസാദമായ പ്രാതലുമുണ്ട് ആനന്ദ ദർശനം നടത്തി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ 7.5 പൊന്നാന കൊടുക്കാത്തതിൽ വൈക്കത്തപ്പന് ഏറ്റുമാനൂരപ്പനുമായി പിണക്കമാണെന്ന് അടുത്ത കാലം വരെ ഭക്തർ വിശ്വസിച്ചു വന്നിരുന്നു.
അതിന്റെ തെളിവായി ഏറ്റുമാനൂരുകാരും വൈക്കത്ത് അഷ്ടമി ദർശനത്തിനോ വൈക്കത്തുകാർ തിരിച്ച് ഏറ്റുമാനൂരിൽ ആസ്ഥാന മണ്ഡപ ദർശനത്തിനോ പോയിരുന്നില്ല. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ കഥ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥിതിയിൽ ഇന്ന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയുമാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കഥകൾ. ഇനി ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ വൈക്കത്തേതുമായി നോക്കുമ്പോൾ താരതമ്യേന ചെറിയ മതിൽക്കകമാണ് ഏറ്റുമാനൂരിലേത്. ഏകദേശം 5 ഏക്കർ വിസ്തീർണം വരും. MC റോഡിന്റെ കിഴക്കുഭാഗത്ത് നടരാജമൂർത്തിയുടെ രൂപം കൊത്തിവെച്ച ക്ഷേത്ര കവാടം കാണാം. ആ കവാടത്തിനകത്തു തന്നെയാണ് വാഹന പാർക്കിംഗ് സൗകര്യം ഉള്ളത്. ഇതും കഴിഞ്ഞ് അല്പദൂരം നടന്നാൽ വലിയൊരു ആൽമരം കാണാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ അടിയിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും മുകളിൽ ശിവനും കുടികൊള്ളുന്നതായി വിശ്വസിക്കുന്നു. അതായത് അരയാലിനെ ത്രിമൂർത്തി സ്വരൂപമായി കണ്ടുവരുന്നു. ക്ഷേത്രത്തിന് 4 ഭാഗത്തും ഗോപുരങ്ങളുണ്ടെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. ഇതിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നതെന്ന് പറയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന് ഉപദേവതയായ ഗണപതിയും കുടികൊള്ളുന്നു. പ്രധാന വഴിയിൽ നിന്ന് അല്പം ഇറങ്ങിയാണ് ഗോപുരത്തറ കാണപ്പെടുന്നത്. പടിഞ്ഞാറേ ഗോപുരം ഓടുമേഞ്ഞതാണ്. ഇതിനടുത്താണ് ദേവസ്വം ഓഫീസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ പ്രധാന ദേവസ്വങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂരിലുള്ളത്.